മെയിൻ ഗിയർ ന്യൂട്രാക്കിയിട്ട് ഇതിങ്ങനെ ഗിയർ ചവിട്ടിയിടും. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 വീല് ഇതിക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇങ്ങനെ ഉണ്ടോ ഈ കൈ മോഹൻലാലൊക്കെ കൈ മടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ ഇടത്തോട്ട് മടക്കുക. ഇത്രയും പ്ലേ ഉണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ പ്ലേ ഉണ്ട്. കാലെടുത്ത് ക്ലച്ചിന്ന് കാലെടുത്തു ഉണ്ടോ എന്നാ. ഹലോ ഗൈസ്, മഹേന്ദ്രയുടെ ബൊലോറോ പിക്കപ്പ് എങ്ങനെ ഓടിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അതെ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് പിക്കപ്പൊക്കെ ഓടിക്കാൻ ഒരു അവസരം കിട്ടി, ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ. അപ്പം അത്രക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ, അല്ലാതെ പ്രൊഫഷണൽ ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല ഇത്. അപ്പം അത്രക്കാർ മാത്രം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആക്സിലേറ്റർ, സാറിൻ്റെ കാറിൻ്റെ ഒക്കെ പോലെ തന്നെ ഇത് ആക്സിലേറ്റർ, നടുക്കത്തെ ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇത് മെയിൻ ഗിയർ. ഇത് കുട്ടി ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 ഗിയറാണ് അത്. പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ ആളുടെ ഡ്രൈവറുടെ നീളം അനുസരിച്ച് മുന്നോട്ട് കയറ്റി വെക്കാം, പുറകോട്ട് കയറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച്. ഇത് ഇതിനകത്തോട്ട് കയറിയിട്ട് കാണിക്കാം. ചവിട്ടി കയറാനുള്ള ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സാറിൻ്റെ വണ്ടിയുടെ ഒക്കെ പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വന്നിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ മീറ്റർ സംഭവങ്ങളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്, സാധാരണ അനലോഗ് മീറ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം കാണുന്നത് ടെമ്പറേച്ചറിൻ്റെ മീറ്ററാണ്. അപ്പോൾ ഇതൊരു പകുതിക്കൊക്കെ നിൽക്കണം. ഈ റെഡിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല, അത് ഓവർ ഹീറ്റാണ്, ഹെഡും എഞ്ചിനൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതാണ് സ്പീഡ് ഓവർ മീറ്റർ. ഇവിടെ 140 വരെ സ്പീഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് 140 ഒന്നും പോകാൻ സാധിക്കത്തില്ല. ഏകദേശം 100, 120, 110 വരെ ഓടിക്കുന്ന ചേട്ടന്മാർ നമുക്കറിയാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഫ്യൂവൽ ഗേജ് കൊടുത്തിരിക്കുന്നത്. ഡീസലിൻ്റെ അളവ് എത്രത്തോളം ടാങ്കിലുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഗേജാണിത്. സാധാരണ വണ്ടിക്കൊക്കെ ഉള്ള പോലെ തന്നെ. പിന്നെ ഈ നടുക്ക് കാണുന്ന ഒരു നോബ് കൊടുത്തേക്കുന്നത്, ഇതിപ്പോൾ ഇത് ഞെക്കുവാണെങ്കിൽ ഇത് 0 ആവും. അപ്പോൾ ഡീസൽ നമ്മൾ ഫുൾ അടിച്ചിട്ട് 0 ഞെക്കി വെക്കുവാണെങ്കിൽ എത്ര കിലോമീറ്റർ വണ്ടി, ഇപ്പോൾ 50 ലിറ്റർ ഡീസൽ നമ്മൾ അടിച്ചു, 50 ലിറ്റർ ഡീസലിൽ എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ നമുക്കൊരു ഏകദേശം ഒരു അടയാളം വെച്ച് കിലോമീറ്റർ നമുക്ക് ലോങ് ഔട്ടൊക്കെ പോകുവാണെങ്കിൽ ഒരു ട്രിപ്പ് മീറ്റർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോമ്പിനേഷൻ സ്വിച്ച്. ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റർ, ഹെഡ് ലൈറ്റൊക്കെ വന്നിരിക്കുന്നത്. സ്വിച്ച് ഇവിടെയാണ്. പിന്നെ ഇത് വൈപ്പറിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയറിലേക്ക് വരുമ്പോഴത്തേനും ഇതാണ് മെയിൻ ഗിയർ. നമ്മൾ ഫസ്റ്റ് തൊട്ട് 5 ഗിയർ വരെ 4 വീൽ ഗിയറും ഒരു റിവേഴ്സ് ഗിയറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ഇടുന്നതിൻ്റെ ഗിയർ. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ മെയിൻ ഗിയർ ന്യൂട്രാക്കിയിട്ട് ഇതിങ്ങനെ ഗിയർ ചവിട്ടിയിടും. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 വീല്, ഏറ്റവും താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ 4 വീല്. 4 വീല് തന്നെ ലോയോ ഹൈ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ക്ലച്ച് വിടുക, വണ്ടി ന്യൂട്രാക്കുക. ന്യൂട്രാണെന്ന് നോക്കുക. ഇതിങ്ങനെ ഇങ്ങനെ തളർന്ന് കിടക്കുവാണെങ്കിൽ, ഇങ്ങനെ ലൂസായിട്ട് കിടക്കുവാണെങ്കിൽ ന്യൂട്രാണെന്നുള്ളതാണ് എൻ്റെ ഒരു തെളിവ്. അല്ല ഇങ്ങനെ മുന്നോട്ട് കിടക്കുവാണെങ്കിൽ അത്ര ഒരു പ്ലേ വരത്തില്ല കേട്ടോ. ഇങ്ങനെ സെൻട്രി ക്ലച്ച് വിട്ടിട്ട് ഇങ്ങനെ സെൻട്രി വരുവാണെങ്കിൽ ഉണ്ട്, ഇത്രയും പ്ലേ ഉണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ പ്ലേ ഉണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങി നമ്മുടെ ഗിയറിൽ ഇങ്ങനെ ഇടത്തുടങ്ങി കൈ കണ്ടോ, ഇങ്ങനെ ഈ രീതിക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇങ്ങനെ ഉണ്ടോ ഈ കൈ മോഹൻലാലൊക്കെ കൈ മടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ ഇടത്തോട്ട് മടക്കുക, ക്ലച്ച് വിട്ടുക, ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇടത്തോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആവും. നേരെ അതുപോലെ തന്നെ ആ സൈഡിലോട്ട് തന്നെ പിടിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് തന്നെ സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ, താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ ആവും. പിന്നെ തേർഡ് ഗിയർ ഇടണമെങ്കിൽ നമ്മുടെ കൈയുടെ മോഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് ഗിയർ ഇടുന്നത് ഇങ്ങനെ ചുമ്മാ ഇതുണ്ട്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന തേർഡ് ഗിയർ ഇങ്ങനെ ചുമ്മാ തട്ടിയിട്ടാൽ മതി. ഇങ്ങനെ ചുമ്മാ തട്ടിയിട്ട് നേരെ ഈ കൈ നേരെ മുന്നോട്ട് തട്ടുവാണെങ്കിൽ തേർഡ് ഗിയറേ വീഴും. തേർഡിൽ നിന്ന് നേരെ 4th വരണമെങ്കിൽ ഇതുണ്ട്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ ഏത് രീതി തട്ടിയിട്ടാലും 4th വീഴും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡിനും മാത്രമേ കൈ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതുണ്ടോ, ഫസ്റ്റ് ഗിയർ സെക്കൻഡിനും മാത്രം കൈ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഇടത്തോട്ട് തള്ളിയിട്ട് മുന്നോട്ടും താഴോട്ടും മാറ്റിയാൽ മാത്രമേ ഫസ്റ്റ് സെക്കൻഡ് വീഴത്തുള്ളൂ. തേർഡിനും 4th പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് തട്ടുക, ഇങ്ങോട്ട് തട്ടുക. അപ്പം 3rd 4th വീഴും. പിന്നെ 5 ഗിയറിന് നമ്മൾ ഇങ്ങോട്ട് കാണിച്ച പോലെ തന്നെ ഇടത്തോട്ട് ഫസ്റ്റ് സെക്കൻഡ് ഇടുന്ന പോലെ തന്നെ ഇങ്ങോട്ട് കൈ പിടിക്കുക, 4th നേരെ 5 ഗിയർ ഇടുക. അതുപോലെ റിവേഴ്സിനും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കൈ പിടിച്ചിട്ട് നേരെ ന്യൂട്രാക്കിയിട്ട്
ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴാണ് റിവേഴ്സ് ഗിയറാകുന്നത്. അപ്പം അത്രയും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഈ കാറ്റഗറിയിൽപ്പെട്ട ഗുഡ്സ് വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം ടോർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മൂവ് ആകുന്നതാണ്. അപ്പോൾ ഇതിപ്പം ന്യൂട്രാക്കിയിട്ടൊന്ന് സ്റ്റാർട്ടാക്കി എടുത്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫസ്റ്റ് ഗിയർ ആയിട്ട് എങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. ക്ലച്ച് ഔട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഗിയർ കൊടുത്തു. ഇനി നമ്മൾ ക്ലച്ച് ചെയ്യുന്നുണ്ട്, പയ്യെ കാലിങ്ങനെ എടുത്താൽ മതി. ഒരു കാല് ബ്രേക്ക് വെക്കണം, ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. ക്ലച്ച് ചെയ്യുന്ന പയ്യെ കാല് ഇതുണ്ട്, ക്ലച്ച് ചെയ്യുന്ന കയ്യെ കാല് വലിക്കുക, അത് വണ്ടി നീങ്ങും ഉണ്ടോ. ക്ലച്ച് ചെയ്യുന്ന കാല് പയ്യെ വലിക്കുക ഉണ്ടോ. നോക്കണം, ഫസ്റ്റ് ഗിയറെ കിടക്കുവാണ്. ബ്രേക്കേ കാല് വേണം, അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് ചാടിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ. ഇതിപ്പോൾ ഇതുപോലെ ഗ്രൗണ്ടൊക്കെ ആവേണ്ട എളുപ്പമുണ്ട് നമുക്ക് ഓടിച്ച് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ടോ. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു ഉണ്ടോ. ഉണ്ടോ. അപ്പോൾ ഈ രീതിയിൽ ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ടെക്നിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്കിത് കുറച്ചുകൂടെ സ്വന്തമായിട്ട് ഐഡിയ ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, വാഹനം ലൈസൻസ് ഉണ്ട്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അപ്പം ഹെവി ലൈസൻസൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ ഹെവി വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് ആളുകൾക്ക് വന്ന് വിളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. 1-2 ടീമുകൾ നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ ഇട്ടായിരുന്നു പിക്കപ്പ് ഓടിക്കുന്നതിൻ്റെ ചെറിയ വീഡിയോ ചെയ്യാവുന്ന. അപ്പോൾ അത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഓക്കെ, മഴ വരുന്നുണ്ട്, അതിന് മുന്നേ തന്നെ വണ്ടി ഷെഡിൽ കയറ്റി ഇട്ടേക്കാം. നല്ലൊരു മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിക്കുക കേട്ടോ.